ഇഷ്ടായോ ഏട്ടാ? ഇഷ്ടത്തോടെ വാങ്ങുന്നതൊക്കെ എത്ര ചെറുതാണെങ്കിലും അതിന് വിലമതിക്കാൻ പറ്റില്ല അവനെ. തന്റെ സ്നേഹമല്ലേ ഇത്? ഏട്ടനെപ്പോഴും വില കൂടിയതല്ലേ വാങ്ങാറുള്ളത്. ഞാനെന്തോ എനിക്ക് പറ്റുന്ന എമൗണ്ടിലാ വാങ്ങിയത്. ഇഷ്ടാവില്ലെന്നാ ഞാൻ കരുതി. ഇഷ്ടായിന്ന് പറഞ്ഞല്ലോ, ഒരുപാട് താങ്ക് യു ഏട്ടാ. കൊട്ടാരത്തിലുള്ള ഭർത്താവിന് കുടിലിൽ നിന്നൊരു ഭാര്യ, ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ഏട്ടാ ചെയ്യാം? വിലയേക്കാൾ അത് വാങ്ങി തരുന്ന ആൾക്കാ വിലയെന്ന് എനിക്കറിയില്ലടോ. സത്യമായിട്ടും എനിക്ക് ഈ ഡ്രസ്സൊക്കെ വലിയ ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ താങ്ക്സ് പറയാൻ പാടില്ല. അതെന്താ? ചേച്ചിയുടെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി ജോലിക്ക് ജോയിൻ ചെയ്തു. കിട്ടിയ സാലറിന്ന് കുറെ എടുത്ത് ഈ ഡ്രസ്സിനും ചെലവാക്കി. തന്റെ സ്നേഹം മതി, ഇതൊന്നും വേണ്ട. ഒരു മാസത്തെ സാലറി മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയാലും അതിൽ തെറ്റില്ലേട്ടാ. അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം. അതായിരിക്കും, പക്ഷേ എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നുള്ള സ്നേഹം വേണ്ട. ഒരു കാര്യം കൂടി. ഇനി എന്താ? ₹10,000 വേണ്ടി ഇവിടെ ഉണ്ടായ പ്രശ്നം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? $10,000 കൂടുതലുണ്ട്. എടുത്തോ. അവർക്ക് ആ കാര്യം അറിയില്ലെങ്കിലും ഞാൻ ഈ വീട്ടിലെ മരുമകള് തന്നെയാ. ഇനി ഒരു തവണ കൂടി ഈ വീട്ടുകാരെ കൊണ്ട് കള്ളി എന്ന് വിളിപ്പിക്കുന്ന ഒരു ഗതികേടുണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഈ 10,000 ഞാൻ നിങ്ങളുടെ ഏട്ടന് കൊണ്ടു കൊടുക്കും. ഞാൻ കൊടുക്കാൻ നന്നേ പറഞ്ഞതല്ലേ. ശരി, തന്റെ ഇഷ്ടം. അതുകൊണ്ടല്ലേ ഏട്ടാ, എന്റെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്താലേ എനിക്കൊരു അഭിമാനം തോന്നും. എന്റെ മനസ്സിനപ്പോഴേ സമാധാനം കിട്ടുള്ളൂ. ആയിക്കോട്ടെ. ഈ ഡ്രസ്സൊക്കെ ഇടുമല്ലോ അല്ലേ? അല്ലാതെ മൂലയെ കൂട്ടി ഇടലല്ലോ. എന്റെ സഹധർമ്മിണി തന്നൊരു സമ്മാനം ഞാനങ്ങനെ സില്ലിയായിട്ട് കാണുവോടോ. നാളെ ഓഫീസിലേക്ക് ഇത് ഇട്ടാ പോകുന്നേ. ഇത്രയും സ്നേഹത്തോടൊരു സമ്മാനം എനിക്ക് തന്ന എന്റെ ഭാര്യയ്ക്ക് ഞാൻ തിരിച്ചെന്തേലും കൊടുത്തില്ലെങ്കിൽ സങ്കടമല്ലേ? നിങ്ങളിപ്പോ പോവാൻ നോക്ക്. ഡ്രസ്സൊക്കെ എടുത്തോളൂ.
എല്ലാവരുടെയും മുന്നിൽ വെച്ച രാധാകൃഷ്ണന് ഈ പണം കയ്യിൽ കൊടുക്കണം. രാധാകൃഷ്ണയുടെ റൂമിലുണ്ടെന്നാ തോന്നുന്നത്. ശ്രീകരേട്ടനെ വിളിച്ചിട്ട് അദ്ദേഹം വഴി അറിയിക്കുന്നതാ നല്ലത്. ഞാൻ തന്ന ഡ്രസ്സ് ധരിച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കെട്ടിയോനെ ഞാൻ കരുതിയത്. ഇതിപ്പോ അവിടെ എന്തെടുക്ക്? എന്റെ വക നിങ്ങൾക്കേ ഒരു ചെറിയ സമ്മാനം കൂടി ഉണ്ട്. അതെ ശ്രീകർ, നിങ്ങളോ? ആരാണെന്നാ കരുതി? അത് എന്റെ പ്രേതമാണെന്ന് കരുതിയോ? റോസാപ്പൂം പിടിച്ച് നടക്കുന്നത് എന്താ? ഇത് ആർക്ക് കൊടുക്കാനാ? നീ പൂ സമ്മാനമായി കൊടുക്കാൻ ഉദ്ദേശിച്ച വ്യക്തി ഈ വീട്ടിൽ ആരാ ഉള്ളേ? അല്ലെങ്കിൽ ഞങ്ങളുടെ ആരുടെയെങ്കിലും ചെവിയിൽ വെക്കാനുള്ള പൂവാണോ ഇത്? ഉത്തരം പറയാതെ എന്താ ഇങ്ങനെ നോക്കുന്നത്? അത് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ വന്നത്. എല്ലാവരും റൈറ്റ് ടൈമിൽ എത്തിയല്ലോ. ആവനിക്ക് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് നിങ്ങളും കേട്ടോ? കയ്യിലൊരു പൂവൊക്കെ ഉണ്ടല്ലോ. നീ ഇപ്പൊ എന്ത് സംസാരിക്കാനാ വന്നേ? നമ്മുടെയൊക്കെ ചെവി ഒഴിഞ്ഞു കിടക്കുകയല്ലേ, ആരുടെങ്കിലൊക്കെ ചെവിയിൽ വെച്ചോളൂ. എന്താ പറയാനുള്ളേ? നിന്നോട് സ്പെഷ്യലായിട്ട് പറയാൻ മാത്രം എന്താ ഉള്ളേ? എന്ത് ചെയ്യാനാണെങ്കിലും ശ്രീകരേട്ടനെ മുന്നിൽ നിർത്തിയല്ലേ ചെയ്യുന്നത്. അവര് പറയുന്നതൊന്നും നോക്കണ്ട. മോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ അത് പറഞ്ഞോളൂ. അന്ന് ഒഴിച്ചുകൂടാനാവാത്തൊരവസ്ഥയില് 10,000 രൂപ ഞാൻ എടുത്തു. അന്ന് കാരണം ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മോഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല അമ്മേ. എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി
ശ്രീഹർ സാർ 10,000 രൂപ തരാനും തയ്യാറായിരുന്നു. അത് പക്ഷെ എനിക്കിഷ്ടമല്ല. എന്റെ സമ്പാദ്യം കൊണ്ട് കടം തീർക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നു മുതലേ. എന്നാൽ ഇന്ന് എനിക്കത് സാധിച്ചത്. ഇത് വാങ്ങണം. നിന്റെ പൈസയല്ലേ, നീ വാങ്ങിക്കോളിയാ. ഈ പൈസയുടെ കാര്യത്തില് നിങ്ങളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അവൾ അന്തസ്സും ആത്മാഭിമാനവും ഉള്ളവളായതുകൊണ്ട് ജോലിക്ക് പോയി അവൾ ആ കടം തീർത്തു. പക്ഷേ മനസ്സിനേൽപ്പിച്ച മുറിവ് തീർക്കാൻ പറ്റുമോ? പറ്റുമെന്ന് നമ്മുടെ വീട്ടിലല്ലേ നിൽക്കുന്നേ, നമ്മളോടല്ലേ അവൾക്ക് കടപ്പാടുണ്ടാവേണ്ടത്, അല്ലാതെ നമുക്ക് അവളോടെന്തിനാ? അതിഥിയുടെ ലിമിറ്റിൽ അവൾ നിന്നിരുന്നെങ്കിൽ അമ്മയുടെ വിഗ്രഹത്തിന്റെ കാര്യത്തില് പ്രാണം കൊടുക്കാനുള്ള സാഹസവൾ കാണിക്കായിരുന്നു. ഇനി എത്ര കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അച്ഛാ? മൂല്യങ്ങൾക്ക് അതിൻ്റെതായ വില നൽകാത്തവരോട് മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നത് അനാവശ്യമാണ് ഏട്ടാ. നീ ഇതുപോലെ ചെയ്തതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള അഭിമാനം ഇരട്ടിയാവുകയാണ് ചെയ്തത്. മോളിച്ചല്ല. സിനിമയൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പൊക്കോ. വസന്ത, പോയി ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ഞാനിവിടെ വെച്ചായിരുന്നല്ലോ. ആ ഡ്രസ് അങ്ങോട്ട് പോയി. ശ്രീകരേട്ടാ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? എന്താ അവനി? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര സ്നേഹത്തോടെ ഡ്രസ് വാങ്ങിക്കൊണ്ടുവന്ന് ആ ഷർട്ട് നിങ്ങളുടെ ഏട്ടന് കൊടുത്തത് എന്തിനാ? സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയ അതിങ്ങനെ ആരെങ്കിലും എടുത്തു കൊടുക്കോ? അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ഷർട്ട് അവനാണോ എടുത്തേ? താനത് കണ്ടിരുന്നോ? കണ്ടു ചേട്ടാ. നിങ്ങളുടെ ഏട്ടന് ഞാൻ ആ ക്യാഷ് കൊടുക്കാനായിട്ട് പോയപ്പോ അദ്ദേഹം ഷർട്ടൊക്കെ ധരിച്ച് ശരിക്കും നിങ്ങളെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഏട്ടനും അനിയനും ഇങ്ങനെ ഓരോന്ന് പരസ്പരം ഷെയർ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില സമ്മാനങ്ങൾ ഇങ്ങനെ പരസ്പരം കൈമാറുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നേ. അത്രയും കോമൺ സെൻസ് ഇല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? സത്യമായിട്ടും ഷർട്ട് ഞാൻ കൊടുത്തിട്ടില്ല. ആണോ? പാന്റുമായിട്ട് വാഷ്റൂമിലേക്ക് പോയതാ. തിരിച്ചു വന്നപ്പോ ഷർട്ട് കാണുന്നില്ല ഇവിടെ. എവിടെയാ പോയെന്ന് ഇത്ര നേരം തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഷർട്ട് എന്തിനാ അവൻ എടുത്തത്? അയ്യോ ഏട്ടാ, അവിടെ നിക്ക്. എത്ര നല്ല മനസ്സാ അവണിയുടേത്. അതേ വേദ, ജാതകത്തിന്റെ കാര്യത്തിൽ പൊരുത്തമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അല്ല അളിയ, നിന്റെ അടുത്ത് ഈ ഷർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇത് എപ്പോ വാങ്ങിയതാ? അതെ ഏട്ടാ, ഞാനും ഇതിപ്പോഴാ ശ്രദ്ധിക്കുന്നെ. ഞാൻ അറിയാതെ ഇത് എപ്പോഴാ വാങ്ങിയത്? ചേട്ടാ, ഈ ഫാഷൻ ഷോ എന്തിനാ കുഞ്ഞളിയാ? എന്തിനാടാ ഈ ബഹളം? എന്തിനാടാ അലറുന്നേ? എന്റെ ഷർട്ട് എന്തിനാ എടുത്തിട്ടത്?
ശ്രീകറിന്റെ ആണോ? എന്തിനാ എടുത്തിട്ടെന്ന് പറ. നിന്റെ റൂമിൽ ഞാനിത് കണ്ടു. കൊള്ളാലോന്ന് തോന്നി ഞാൻ എടുത്തിട്ടു. അതിനിപ്പോ എന്താ കുഴപ്പം? കൊള്ളാമെങ്കിൽ അത് എടുത്തിടുന്ന. നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ കുട്ടിക്കാലം തൊട്ടേ ഒരാളുടെ ഡ്രസ്സ് വേറൊരാൾ ഇടാറുള്ളതല്ലേ. ഇതിനെന്താ ഇത്ര സീരിയസ് ആകാനുള്ള? എന്നോടൊന്ന് പെർമിഷൻ ചോദിക്കണ്ടേ? ആഫ്റ്റർ ഓൾ ഷർട്ട്, ഇതിന് നിന്റെ പെർമിഷൻ വേണോ? നിനക്ക് അത്രേ ഉണ്ടാവുള്ളൂ. എനിക്ക് പക്ഷേ ഇത് സെന്റിമെന്റ്സാ. സെന്റിമെന്റ്സോ? ഇതിൽ എന്ത് സെന്റിമെന്റ്സാ ഉള്ളത്? എന്താന്ന് ഞങ്ങളോട് പറ. അത് പേഴ്സണൽ കാര്യമാ, നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഷർട്ടിന്റെ കാര്യത്തിൽ പെർമിഷൻ എന്ന് പറഞ്ഞ് ചേട്ടനെ തന്നെ ചോദ്യം ചെയ്യുന്നു. അതിശയം തന്നെ. പെർമിഷൻ ഇല്ലാതെ പൈസ എടുത്ത് ഉപയോഗിച്ചതിന് ആവനിയെ കള്ളിന്ന് എല്ലാരും പറഞ്ഞില്ലേ? പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? അപ്പോ എന്റെ ഭർത്താവ് കള്ളനാണെന്നാണോ? ഇവൻ അന്ന് അങ്ങനെ ചെയ്തെന്ന് കരുതി ഇപ്പൊ നീ അതിന് പകവീട്ടുവാണോ? അളിയാ, ചെറിയ കാര്യമാ, വളരെ വലുതാക്കുന്നുണ്ട്. ദിസ് ഇസ് ടു മച്ച് ചേട്ടാ. നിങ്ങളുടെ ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി എത്ര വട്ടം ഷർട്ട് വാങ്ങിയിട്ടുണ്ട്? എത്ര തവണ അദ്ദേഹത്തിന് ഡ്രസ് എടുത്തിട്ടുണ്ട് നിങ്ങള്? ഇതിനു മുമ്പ് വേറെ, ഇപ്പൊ വേറെ. ശ്രീകർ സാറ് അത് വിട്ടേക്ക്. താൻ മിണ്ടല്ലേ ആവനി? നിങ്ങൾ ഈ വഴക്കടിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടോ? ഇതൊക്കെ മറ്റുള്ളവരറിഞ്ഞാൽ ചിരിക്കുമെന്ന് ആലോചിക്കുക. എത്രയാണെന്ന് പറ, പണം എടുത്ത് എറിഞ്ഞു തരാം. എനിക്കിപ്പോ പണമല്ല ആവശ്യം. ഷർട്ടാണ് വേണ്ടതെങ്കിൽ ആ ദൂരി അവന്റെ മുഖത്തെറിയ. നമ്മളെന്താ ഒരു ഷർട്ടിന് ഗതിയില്ലാത്തവരാണോ? അരമണിക്കൂറിൽ ഒരു ടെക്സ്റ്റൈൽസ് മൊത്തം വീട്ടിൽ കൊണ്ടുവരും. ഇനി ഒരു മിനിറ്റ് പോലും ആലോചിക്കരുത്. പോ. രാധ, എടാ, ഓർമ്മയിലുണ്ടാവൂടാ. താൻ നിക്കാവനി. അന്ന് ഞാൻ നിങ്ങൾക്ക് പൈസ എറിഞ്ഞു തന്നപ്പോ എന്നെ കൊണ്ട് തന്നെ അത് എടുപ്പിച്ചിട്ട് സോറിയും പറയിപ്പിച്ചില്ലേ? അമ്മേ, ഇപ്പൊ അത് തന്നെ ചെയ്യണം. എടാ ശ്രീ, എന്താണ് ഇതൊക്കെ? അമ്മേ, അന്ന് നിങ്ങൾ പറഞ്ഞതിൽ ന്യായമുണ്ടെങ്കിൽ ഇന്നും അത് തന്നെ ചെയ്യിപ്പിക്കണം. പണവും വസ്ത്രവും ഒരുപോലെയാണോ? ഇതാ പൈസയേക്കാൾ 1000 ഇരട്ടി വിലയുള്ളതാണ് അളിയ. രാധ, ഇവൻ ഇതുവരെ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. എന്തോ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞില്ലേ, കൊടുത്ത് സോറി പറഞ്ഞേക്കടാ. ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഇനിയും വലുതാവില്ലേ? സോറിയും കൂടെ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവൻ വരില്ലെന്ന് തോന്നുന്നു. ഈ മൂത്താളിന് പകരം ഞാൻ പറഞ്ഞാ മതിയോ അളിയാ? അത് ശരിയാവില്ല, നീ തന്നെ പറഞ്ഞേക്കളയാ. 2 അക്ഷരങ്ങളല്ലേ? സോറി. ഇനി ഇതുപോലൊന്നും ഈ വീട്ടിൽ സംഭവിക്കരുത്. ഇതുപോലുള്ള വഴക്കുകള് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ശ്രീകർ. ഇനി ഒരു തവണ കൂടി നിങ്ങൾ മറ്റൊരാളുടെ വസ്ത്രമെടുത്ത് ധരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാ ഞാൻ അത് കണ്ട് മിണ്ടാതിരിക്കില്ല. ഡ്രസ്സിൽ വരെ സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ വേറെ കഥയും കാണും. എന്തുണ്ടാവാൻ? ആരെങ്കിലും സമ്മാനം കൊടുത്തതാവും. അങ്ങനെയല്ല ഏട്ടാ? അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അവൻ ഇതിനേക്കാൾ കൂടി അപമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. അത് പിന്നെ ചേട്ടനോട് അനിയൻ കാണിച്ചത് ഒട്ടും ശരിയായിട്ടില്ല.
ഈ സീനിൽ ഇവളുടെ റോൾ എന്താണാവോ? ഇവളായിരിക്കും ഇതിന്റെയൊക്കെ പിറകില്. ഇവൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത് ഏട്ടാ? അനാവശ്യമായിട്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വാങ്ങിയതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവനി. ഇത് താൻ സ്നേഹത്തോടെ തന്നതല്ലേ. ഇതെനിക്ക് എത്രയും വിലപ്പെട്ടതാ. ശരി, ഇട്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല ചേർച്ചയുണ്ട് ഏട്ടാ. താങ്ക്സ് അവനി. ഓഫീസിലേക്ക് ഇറങ്ങിയാലോ? വരൂ.